ഞെളിയൻ പറമ്പ് എന്ന സ്ഥലം, അവിടെ ഇത്തരത്തിലൊരു മാലിന്യ മലയുണ്ട്. അത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് ആളുകൾക്ക് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. അതായത് വർഷങ്ങളായി അവിടെ ഭരിച്ചിരുന്ന ഇടതുമുന്നണിയുടെ പഞ്ചായത്ത് ഭരണസമിതി കാര്യമായ ഒന്നും ചെയ്തിട്ടില്ല ഈ ഒരു മാലിന്യ മലയ്ക്കെതിരെ, അല്ലെങ്കിൽ കൃത്യമായ മാലിന്യ സംസ്കരണത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള വാർത്തയാണ് കോഴിക്കോട് നിന്ന് വരുന്നത്. ഇത് വലിയ രീതിയിൽ ചർച്ചയാവുന്നുണ്ട്. അവിടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ ചർച്ചയാവുന്നുണ്ട്. ഈ വാർത്തയുടെ വിശദാംശം നൽകാൻ കോഴിക്കോട് നിന്ന് ശ്യാം ചേരുന്നുണ്ട്. ശ്യാം, കൊച്ചിയിൽ വലിയൊരു ബ്രഹ്മപുരം മൂലമുണ്ടായ വലിയൊരു ദുരന്തം നമ്മൾ കണ്ടതാണ്. ആ മാലിന്യമലയ്ക്ക് ഒരു തീ പിടിച്ച് കൊച്ചി ആകെ പുകയിൽ നിർത്തിയ ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. അത്തരത്തിലൊരു മാലിന്യമല തന്നെയാണ് ഇവിടെയും ഉള്ളതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, അല്ലേ? തീർച്ചയായും സൂചിപ്പിച്ചതുപോലെ തന്നെ കൊച്ചിയിലെ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് അത് ഏറ്റവും വലിയൊരു തലവേദന സംസ്ഥാനത്തിന് മൊത്തം, അല്ലെങ്കിൽ കൊച്ചിയിലെ ആകമാനം ബാധിച്ചൊരു പ്രശ്നമായിരുന്നു. അതേ ഒരു പ്രശ്നം തന്നെയാണ് കോഴിക്കോടത്തെ ഞെളിയമ്പറമ്പിലും ഈ ഒരു മാലിന്യമല തീർക്കുന്നത്. ഇത്തവണ തെരഞ്ഞെടുപ്പിൽ ഇതൊരു വലിയ ചർച്ചാ വിഷയം തന്നെയാണ് മാറിയിരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ ഈ ഒരു വിഷയം വലിയൊരു ചർച്ചാ വിഷയം തന്നെയാണ്. ഇത്തവണയും അത് തെരഞ്ഞെടുപ്പിൽ ഇടം പിടിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് പറയേണ്ടിയിരിക്കുന്നത്. പ്രധാനമായും വോട്ടർമാർക്കിടയിൽ വലിയൊരു അളവിലോളം ചർച്ച ഇത് പങ്കുവെക്കുന്നുമുണ്ട്. കഴിഞ്ഞ അടുത്ത കാലങ്ങളിലെല്ലാം തന്നെ സ്ഥാനാർത്ഥികളെല്ലാം തന്നെ വരുമ്പോഴേക്കും ഇത്തരത്തിൽ ഈ ഒരു ഇവിടെ താമസിക്കുന്ന പ്രദേശവാസികളെല്ലാം തന്നെ അവരുടെ ഒരു നിസ്സഹായാവസ്ഥ ഇവരോട് വെളിവാക്കുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ 42 വർഷമായി ഇടതുമുന്നണിയുടെ ഭരണത്തിലുള്ള ഈ കോർപ്പറേഷന്റെ കീഴിൽ വരുന്ന ഞെളിയൻ പറമ്പിൽ ഇത്തരത്തിൽ ഈ ഒരു മാലിന്യമല നീക്കാൻ പോലും ഇവിടുത്തെ ഭരണസമിതിക്കോ ഒന്നും കഴിഞ്ഞിട്ടുമില്ല എന്നതാണ് യാഥാർത്ഥ്യം. പ്രധാനമായും മറ്റൊരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. ഈ ഞെളിയൻ പറമ്പ് പദ്ധതി പ്രകാരം കോടതി അല്ലെങ്കിൽ നഷ്ടപരിഹാരം കരാറുകാരനടക്കം നൽകണമെന്നുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ ഹൈക്കോടതി പ്രധാനമായ ഒരു വിധി പ്രസ്താവമെല്ലാം തന്നെ നടത്തിയിരുന്നു. അതെല്ലാം തന്നെ സർക്കാരിൻ്റെ ഒരു ഒത്താശയോടുകൂടി തന്നെ ഇതെല്ലാം മാറ്റി, ഒപ്പം തന്നെ കൗൺസിലർമാരും ഉദ്യോഗസ്ഥരും അടക്കമുള്ളവർ പിഴ ഈടാക്കണമെന്നുള്ള, ഇവരിൽ നിന്നെല്ലാം പിഴ ഈടാക്കി കരാറുകാരന് നൽകണമെന്നുള്ള ഒരു സുപ്രധാനമായ ഒരു വിധി കൂടി ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് 2 വർഷം മുമ്പുണ്ടായിരുന്നു. പക്ഷേ എന്നാൽ അതെല്ലാം തന്നെ അന്ന് മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ മേയറായിരുന്ന കാലത്ത് അതെല്ലാം തന്നെ മാറ്റി, പ്രധാനമായും സർക്കാരിൻ്റെ ഒത്താശയോടുകൂടി തന്നെ അതിൽ നിന്നെല്ലാം മാറ്റി കൗൺസിലർമാരെയും ഉദ്യോഗസ്ഥരെയെല്ലാം തന്നെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു വിധി നേടുകയും ചെയ്തിരുന്നു. അങ്ങനെ ഞെളിയൻ പറമ്പിൻ്റെ ദുരവസ്ഥ ഇന്നും കോഴിക്കോടിനെ ഒരു തീരാശാപമായിട്ട് മാറുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് പ്രധാനമായും. എന്നാൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാർക്കിടയിൽ വലിയൊരു വിഷയമായി ഇത് ഉയർത്തിക്കൊണ്ടുവരാൻ തന്നെയാണ് ഇപ്പോൾ പ്രധാനമായും BJP അടക്കമുള്ള പാർട്ടികൾ ശ്രമിക്കുകയും ചെയ്യുന്നു. പ്രധാനമായും ഇത്തരത്തിൽ വോട്ട് തേടി വരുമ്പോഴേക്കും ഇടത് വലത് മുന്നണികളോട് ഇവിടുത്തെ വോട്ടർമാർ മാറി ചോദിക്കുന്ന ഈ നിസ്സഹായാവസ്ഥ ഇത്തവണയെങ്കിലും ഇത് മാറ്റിത്തരുമോ, അല്ലെങ്കിൽ ഈ മാലിന്യമലയിലെ ഈ ഒരു അവസ്ഥ മാറുമോ എന്നാണ്, ഈ ദുരവസ്ഥ മാറുമോ എന്നാണ് പ്രദേശവാസികൾ ചോദിക്കുന്നത്. എന്തായാലും ഞെളിയൻ പറമ്പ് പദ്ധതി കോഴിക്കോടിൻ്റെ ഒരു തീരാശാപമായി ഇന്ന് നിലകൊള്ളുന്നു തന്നെയാണ് വോട്ടർമാർക്കിടയിലെ സംസാരം. ശരി ശ്യാം.